നമുക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, മുന്നോട്ട് പോകുമ്പോൾ എവിടെ എത്തിച്ചേരാൻ സാധിക്കും, വിജയിക്കാൻ സാധിക്കുമോ എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. ആദ്യത്തെ കാർഡായിട്ട് ദി ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡ് ഒരു മേജർ ആർക്കാന കാർഡാണ്. ഈ കാർഡിൻ്റെ മീനിങ്സ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ്, വിജയം, നേതൃത്വം, അംബീഷൻ എന്നൊക്കെയാണ് ഈ കാർഡിൻ്റെ മീനിങ്സ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് കപ്സ്. അടുത്ത കാർഡ് 9 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്നത്തെ ഈ കാർഡിൻ്റെ എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ്. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി വളരെ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഈ കാർഡിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു. കാര്യം അവിടെ കോമ്പറ്റീഷനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല, ഒരു ആത്മസംതൃപ്തി ഇല്ല എന്ന് ഈ കാർഡിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു. വേണോ വേണ്ടയോ, എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഈ എനർജി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും നിങ്ങളുടെ എല്ലാ ഇമോഷനെയും കൺട്രോൾ ചെയ്ത് നിങ്ങളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് നടക്കുന്നതായിട്ട് എനർജി സൂചിപ്പിക്കുന്നു. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഈ കാർഡിൻ്റെ എനർജി സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മുഴുവൻ കഴിവുകളെയും നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ഈ കാർഡിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു. ഈ കാർഡിലുള്ള യെല്ലോ കളർ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് വളരെ ഫാസ്റ്റായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി, കോൺഫിഡൻസ് ആയിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല, റെസനേറ്റ് ആകുന്നവർ എടുക്കുക. താങ്ക്